അപ്പൊ വൃശ്ചികക്കുറിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഇവർക്ക് 9ാം ഭാവത്താണ് ദൃഷ്ടി. അതായത് വൃശ്ചികക്കുറിൽ വരുന്ന വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവർക്ക് 9ലാണ് സ്ഥിതി. ഇപ്പൊ രാശിക്ക് ദൃഷ്ടി വരെയാണ്. ഇവരിലും വിവാഹാദി കാര്യങ്ങൾ, അതായത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തടസ്സം മാറുകയാണ്, വിവാഹ തടസ്സം. 2026 ജൂൺ 1 വ്യാഴം കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് വ്യാഴമാറ്റം. ഇപ്പൊ അതിസാര സഞ്ചാരമാണ്, 50 ദിവസമേ ഉള്ളൂ. വീണ്ടും വക്രഗതിയിൽ മിഥുനത്തിൽ പോകും. ഈ 50 ദിവസത്തിലെ ഏതെങ്കിലും ഒരു ആലോചന വരികയോ നമുക്ക് നിശ്ചയിപ്പ് നടത്തി വെച്ചിട്ട് ജൂണിന് ശേഷം വിവാഹം നടത്താം. ഇപ്പൊ ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ ഇപ്പൊ വിവാഹ യോഗം കാണുന്നു. പഠന വിഷയത്തിലും കുട്ടികളിൽ അത് മെഡിക്കൽ പഠനം ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം. കണ്ടകശനി ആണെങ്കിലും ഇപ്പം വക്രഗതിയിലാണ് കണ്ടകശനി, എന്നാലും നമുക്ക് അത്ര ദോഷം ചെയ്യില്ല. വ്യാഴന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഈ 50 ദിവസം നമുക്ക് എന്തൊരു നേടിയെടുക്കാനുള്ള അവസരം. പിന്നെ സ്വർണം വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ 86 പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.